എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. ജോലിക്ക് പോകുമ്പോഴായാലും എപ്പോഴും ഭയങ്കര കെയർഫുള്ളായിട്ട് എല്ലാവരും ഇരിക്കണം. അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക പരമാവധി. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഞാനിന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇവിടെ നിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോയ ചങ്ക്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊരു നോണിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. ഇത് ചപ്പാത്തിയും പൂരിയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് കൂട്ടി കഴിക്കാനായിട്ട്. നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാനിവിടെ 100 ഗ്രാം സോയയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായി വെള്ളം ഒഴിച്ച് ഒരു 8 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് 2 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഇത് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇതിൽ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ വെള്ളം നമുക്ക് പിഴിഞ്ഞ് കളയണം. ഇതുപോലെ പിഴിഞ്ഞ് കളയണം. പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ബട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ 2 സവാള അരിഞ്ഞു വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിന് ശേഷം നമുക്ക് 2 പച്ചമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതലോ ആവശ്യമുള്ളവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. ഇനി നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പൊടികളിലേക്ക് ഒരു മണം മാറുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പെരുംജീരകം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് ഇളക്കാം. ഈ 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാല നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് തക്കാളി പേസ്റ്റ് ആക്കിയതാണ് ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെയും തക്കാളിയുടെയൊക്കെ ഒരു മണം മാറുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്നത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 സവാള വറുത്ത് അത് പേസ്റ്റ് ആക്കിയതാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഇങ്ങനെ വറുത്ത് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി ടേസ്റ്റും കൂടും, തിക്നെസ്സും കൂടുതലായിരിക്കും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ അത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ വറ്റി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോയ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിളാണിത്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സോയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.